അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ചായിരുന്നു അല്ലേ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഈ രണ്ട് രീതിയിലും നമ്മൾ പ്രോബ്ലം ചെയ്തു. ഇന്ന് നമുക്ക് പറയാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് is an extension of profit and loss account and it is prepared to show how net profit has been distributed among the partners. സ്ഥാപനത്തിലുള്ള അഥവാ പാർട്ട്ണർഷിപ്പ് പങ്കാളിത്ത സ്ഥാപനത്തിലുള്ള ലാഭം എങ്ങനെയാണ് പങ്കാളികൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുള്ളത്, വീതിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ അക്കൗണ്ട് അറിയുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതും. ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതും. അതിനുശേഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരുന്ന ഐറ്റംസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരുന്ന ഈ ഐറ്റങ്ങളെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നു. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരുന്ന ഐറ്റം അഥവാ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു. ഡ്രോയിങ്സ് നമുക്കറിയാം അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമേ കാണിക്കുകയുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുകയില്ല. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കമ്പനിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ കാര്യങ്ങളാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത് കമ്പനിയുടെ ലാഭം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അതല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് ആണെങ്കിൽ അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരുന്ന ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അത് ഓരോ കാര്യങ്ങളും പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഡ്രോയിങ്സ് ഒരിക്കലും ഈ ഒരു അക്കൗണ്ടിൽ ഉണ്ടാവുകയില്ല. ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ അത് വ്യക്തമാകും. ഇതിൽ നമുക്ക് ഒരു കാര്യം പ്രത്യേകം പറയുന്നത് റിസർവ് ആണ്. റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ആ ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിസർവ് എന്ന ജേണൽ എൻട്രി പ്രകാരമാണ് റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ബാക്കിയുള്ള ഓരോ ഐറ്റം നമുക്ക് പരിചിതമാണ്, അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഓൺ 1st January 2009 ആനന്ദ്, ബാലൻ ആൻഡ് ചന്ദ്രൻ entered into partnership contributing 60,000, 40,000 and 20,000 respectively and sharing profit and losses in the ratio 5:3:2. ജനുവരി 1, 2009 ആനന്ദ്, ബാലൻ, ചന്ദ്രൻ എന്ന് 3 ആളുകൾ ചേർന്നിട്ട് ഒരു പങ്കാളിത്ത സ്ഥാപനം തുടങ്ങുകയാണ്. 60,000, 40,000, 20,000 യഥാക്രമം ക്യാപിറ്റൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അവർ പങ്കാളിത്ത സ്ഥാപനം തുടങ്ങുന്നത്. 5:3:2 എന്ന അനുപാതത്തിലാണ് സ്ഥാപനത്തിലുണ്ടാകുന്ന ലാഭവും നഷ്ടവും
വീതിക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. ബാലൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 5,000 ആൻഡ് ചന്ദ്രൻ എ കമ്മീഷൻ ഓഫ് 4,000 പെർ ഇയർ. അഥവാ ബാലൻ എന്ന പാർട്ട്ണർക്ക് 5,000 രൂപ സാലറി ആയിട്ടും ചന്ദ്രൻ എന്ന പാർട്ട്ണർക്ക് 4,000 രൂപ കമ്മീഷനായിട്ടും ഓരോ വർഷം ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് 5%. അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽമേലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5% എന്നും പറയുന്നുണ്ട്. ഡ്യൂറിങ് ദി ഇയർ ആനന്ദ് വിഡ്രൂ 10,000, ബാലൻ 6,000 ആൻഡ് ചന്ദ്രൻ 5,000. ആ വർഷത്തിനിടയിൽ ആനന്ദ് എന്ന പാർട്ട്ണർ 10,000 രൂപയും ബാലൻ 6,000 രൂപയും ചന്ദ്രൻ 5,000 രൂപയും പിൻവലിക്കുന്നുണ്ട്. അഥവാ അവരുടെ ഡ്രോയിങ്സ് ആയിട്ടാണ് അത് പറയുന്നത്. ഇനി പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാസ് ചാർജ്ഡ് 250 ഓൺ ആനന്ദ് ഡ്രോയിങ്സ്, 150 ഓൺ ബാലൻസ് ഡ്രോയിങ്സ് ആൻഡ് 200 ഓൺ ചന്ദ്രൻ ഡ്രോയിങ്സ്. അവർ പിൻവലിച്ച തുകയിന്മേലുള്ള ഇൻട്രസ്റ്റ്, അവർ കമ്പനിക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 250 രൂപ ആനന്ദും 150 രൂപ ബാലനും 200 രൂപ ചന്ദ്രനും നൽകണമെന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് ഇൻ 2009 ബിഫോർ ദി എബോവ് മെൻഷൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വാസ് ₹50,000. 2009 മുകളിൽ പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് 50,000 രൂപയാണ് സ്ഥാപനത്തിൻ്റെ ലാഭം എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയുന്നു യു ആർ റിക്വയർഡ് ടു പാസ് ദി നെസസറി ജേണൽ എൻട്രി ആൻഡ് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആവശ്യമായ ജേണൽ എൻട്രിയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടുമാണ് നമ്മൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായാൽ തന്നെ അത് വെച്ചിട്ട് നമുക്ക് ജേണൽ എൻട്രി ഉണ്ടാക്കാം. അപ്പോൾ ജേണൽ എൻട്രി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്, അത് എങ്ങനെ ചെയ്യുക? 2 മെത്തേഡുകളുണ്ട്, ഫിക്സഡ്, ഫ്ലക്ച്വേറ്റിംഗ്. ഈ 2 രീതിയിലും എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ആ ക്ലാസ് കേൾക്കുക. അപ്പോൾ നമുക്കിനി ഇവിടെ ചെയ്യാനുള്ളത് ഈ 3 ആളുകളുടെയും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ആവശ്യമായ ജേണൽ എൻട്രിയുമാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് കണ്ടു, ചോദ്യം കണ്ടു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് മുകളിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അഥവാ APP അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചുരുക്കിയിട്ട് എഴുതിയതാണ്. നമ്മൾ പറഞ്ഞൂലേ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ത് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് വെച്ചിട്ട്, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരും, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വരും. ഈ ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഒരു ചോദ്യത്തിൽ അവസാനത്തിൽ പറയുന്നുണ്ട് അല്ലേ, ആ വർഷ അവസാനം കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ മുകളിൽ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ട്രീറ്റ് ചെയ്തതിന് മുമ്പ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 50,000, 50,000 ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ആ പ്രോഫിറ്റ് ആദ്യം എഴുതുക. ഏത് സൈഡിൽ എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ എഴുതും അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 ഇവിടെ എഴുതും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എത്ര? 50,000. യെസ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 50,000 എഴുതില്ല. അതിന് അടുത്ത വരുന്ന ഐറ്റംസ് എന്താ? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കും. ആനന്ദ്, ബാലൻ, ചന്ദ്രൻ ഈ 3 ആളുകളാണ് പങ്കാളിത്ത സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ദെൻ അവരുടെ റേഷ്യോ 5:3:2 അല്ലേ? 5:3:2 എന്നീ അനുപാതത്തിലാണ് അവർ ലാഭവും നഷ്ടവും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. ഇനി നോക്കുക, ആദ്യം പറയുന്നൊരു കാര്യം, ബാലൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ സാലറി ഓഫ് 5,000. ബാലൻ എന്ത് കിട്ടുന്നുണ്ട്? 5,000 രൂപ സാലറി ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ചന്ദ്രൻ ഗെറ്റ്
4,000 ആസ് കമ്മീഷൻ. ചന്ദ്രൻ എന്ന പാർട്ട്ണർ എന്ത് കിട്ടുന്നു? കമ്മീഷനായിട്ട് കിട്ടുന്നു. 4,000 രൂപ കമ്മീഷനായിട്ടും കിട്ടുന്നു. ആദ്യം ബാലന് സാലറി കൊടുക്കുന്നു അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? ഇത് നമ്മൾ ഏത് ഭാഗത്താണ് എഴുതാം? ഇത് ബാലൻ എന്ന പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഇതാണ് ഇത് സ്ഥാപനത്തിൻ്റെ ഭാഗം നിന്ന് ചിന്തിക്കുക. സ്ഥാപനത്തിൻ്റെ ഭാഗം ചിന്തിക്കുമ്പോൾ ഇത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. കാരണം ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വന്നതായിരുന്നു. സോ സ്ഥാപനം ആർക്ക് നൽകുകയാണ്? ബാലന് സാലറി കൊടുക്കുകയാണ്. സ്ഥാപനത്തിനെ സംബന്ധിച്ചുള്ളത് ഒരു ചിലവായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. സോ അത് ഡെബിറ്റ് സൈഡിൽ വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സാലറി നമുക്ക് ഇവിടെ എഴുതി വെക്കുക. ബാലൻ സാലറി എത്ര? 5,000. ഇനി അടുത്ത് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ കമ്മീഷൻ അല്ലേ? കമ്മീഷനും അതുപോലെ തന്നെ സ്ഥാപനം കമ്മീഷൻ ചന്ദ്രൻ എന്ന പാർട്ണർ കൊടുക്കുന്നു. അതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ചുള്ളത് വീണ്ടും ഒരു എക്സ്പെൻസ് ആയിട്ടാണ്. കമ്മീഷൻ എന്ത് ചെയ്യാൻ? നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ, കമ്മീഷൻ ചന്ദ്രൻ. ചന്ദ്രൻ 4,000. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കൂ. ഇനി അടുത്തത് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% പെർ ഇയർ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറയുന്നത്. അപ്പോൾ നോക്കേണ്ടത് ഇവിടെ ആനന്ദ്, ബാലൻ, ചന്ദ്രൻ 3 പേരും ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ക്യാപിറ്റൽ മേലെ നമ്മൾ എന്ത് കാണണം? 5% വെച്ചിട്ട് കാണണം. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏത് ഭാഗത്ത് എഴുതാം? ഡെബിറ്റ് സൈഡിൽ. എന്തുകൊണ്ടാണ്? കാരണം സ്ഥാപനം അത്രയും തുക പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണ്. സ്ഥാപനത്തിന് അത്രയും തുക അവിടെ നഷ്ടം വരികയാണ്, അഥവാ ചിലവായിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതാം. 3 പേർക്കുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. ആനന്ദ് എത്ര കൊണ്ടുവന്നത്? 60,000. 60,000ൻ്റെ 5% എത്രയുണ്ടാവും? എത്ര ഉണ്ടാവുക? 3,000. 3,000 അല്ലേ? 3,000 ഉണ്ടാവും. നമ്മളിവിടെ കൊടുക്കുക 3,000. ദെൻ ബാലൻ കൊണ്ടുവന്ന എത്രയാണ്? 40,000. 40,000ൻ്റെ 5% എത്ര ഉണ്ടാവും? 2,000. ദെൻ ചന്ദ്രൻ കൊണ്ടുവന്നിട്ടുള്ള എത്രയാണ്? 20,000. 20,000ൻ്റെ 5% എത്ര ഉണ്ടാവുക? 1,000 അല്ലേ? 1,000. അങ്ങനെ 3 പേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്താൽ 6,000. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം നോക്കുക. ഡ്രോയിങ്സ് പറയുന്നുണ്ട്. 3 പാർട്ട്നേഴ്സിനുമുള്ള ഡ്രോയിങ്സിനെ പറ്റി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, ഡ്രോയിങ്സ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുകയില്ല. അതുകൊണ്ട് ഡ്രോയിങ്സ് ഇവിടെ എടുക്കേണ്ടതില്ല. കറക്റ്റ് മനസ്സിലാക്കുക. ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുക. അടുത്ത പറഞ്ഞു നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ ഒരു ഡ്രോയിങ്സിൻ്റെ പാർട്ട്നേഴ്സ് അവരെ സ്ഥാപനത്തിന് പിൻവലിച്ചതിന് പകരമായിട്ട് അവർ സ്ഥാപനത്തിലായിട്ട് കൊടുക്കേണ്ട പലിശ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അവരുടെ ഡ്രോയിങ്സ് മേലുള്ള പലിശ, അത് ഓരോരുത്തർക്കും പറയുന്നുണ്ട് അല്ലേ? 250 ആനന്ദിന് പറയുന്നത്, ബാലന് അത് 150, ചന്ദ്രന് 200 എന്നീ നിലക്ക് അവരെന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നൽകണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് സ്ഥാപനത്തിന് നൽകുകയാണ്. സോ സ്ഥാപനത്തിന് അതൊരു വരവായിട്ടാണ് ലഭിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ അത് ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 3 പേർക്കുണ്ട് അല്ലേ? അപ്പോൾ ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. ആനന്ദിന് എത്രയാണ്? 250, ബാലന് 150, ചന്ദ്രന് 200. ആഡ് ചെയ്തതിന് എത്ര കിട്ടും? 600 അല്ലേ?
ഈ 600 നേരെ ഔട്ടർ കോളത്തേക്ക് എഴുതുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 3 പേരുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തേക്ക് 600. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലുള്ള എല്ലാ ഐറ്റംസിലെ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എടുക്കേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഡ്രോയിങ്സ് അല്ലാത്ത എല്ലാ ഐറ്റംസും എടുത്തു. 3 പേര് പിന്നെ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഉണ്ട്, അത് നമുക്കറിയാം, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുക. അതുപോലെ ഡ്രോയിങ്സും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുക. അതല്ലാതെ പാർട്ട്നേഴ്സ് സാലറി എടുത്തിട്ടുണ്ട്, കമ്മീഷൻ എടുത്തു, പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുത്തു, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ തുടക്കത്തിൽ തന്നെ എടുത്തു. എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് ബാലൻസ് ചെയ്ത് നോക്കാം അല്ലേ. സോ നോക്കിക്കഴിഞ്ഞാൽ ഏത് സൈഡാണ് കൂടുതൽ വരുന്നത്? ഈ ഒരു ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത് അല്ലേ. ഇവിടെ 50,000 600, അപ്പോൾ 50,600 ആയിരിക്കും ഇവിടെ കിട്ടുക. 50,600 നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കുറവുള്ള ഭാഗത്തേക്ക് അത് കൊണ്ടുവരുന്നു. ഇനി ഇവിടെ ഉള്ളതൊക്കെ ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യുക അല്ലേ. ഇവിടെ എത്രയുണ്ട്? 6,000, ദെൻ 4,000, 10,000, 15,000 ഉണ്ട്. 15,000 50,600 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 35,600. 35,600. ഈ കിട്ടിയിരിക്കുന്നത് എന്താ? ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലേ, സ്ഥാപനത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് സ്ഥാപനം ആ വർഷം പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതും അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് ലഭിച്ചതുമായിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള തുക എന്ന് പറഞ്ഞാൽ 35,600. 35,600 രൂപ അവിടെ ബാക്കിയുണ്ട്. ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു തുക ആർക്കുള്ളതാ? പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ട തുകയാണ് അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് നമ്മൾ വീതിച്ച് നൽകണം. ഓക്കെ, ഇനി നമുക്കതിവിടെ വീതിച്ച് കൊടുക്കണം അല്ലേ. എങ്ങനെയാണ് വീതിച്ച് കൊടുക്കുക നമുക്കറിയാം, നമുക്ക് ചെയ്ത് നോക്കാം. 35,600 ഇൻറ്റു 5/10 ആയിരിക്കും ആനന്ദിന്. അതുപോലെ തന്നെ 35,600 ഇൻറ്റു 3/10 ആയിരിക്കും ബാലന്. അതുപോലെ 35,600 ഇൻറ്റു 2/10 ആയിരിക്കും ചന്ദ്രന് ലഭിക്കുന്നത്. അവരുടെ റേഷ്യോ പ്രകാരമാണ് 5:3:2. ആ റേഷ്യോ പ്രകാരം നമ്മൾ ഈ ഒരു ലാഭം അവർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ലഭിക്കുന്നു നോക്ക്. 35,600 ഇൻറ്റു 5/10 എത്ര നമുക്ക് ലഭിക്കും? 17,800 കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ കിട്ടുന്നത് 10,680. ലഭിക്കുന്നത് 7,120. ഇതാണ് ഈ ഒരു റേഷ്യോ പ്രകാരം വീതിച്ചാൽ കിട്ടുക അല്ലേ. ഇതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ആനന്ദിന് 17,800, ബാലന് 10,680, ചന്ദ്രന് 7,120. ഇതിൻ്റെ ടോട്ടലാണ്, ഈ മൂന്നിൻ്റെ ടോട്ടലാണ് എന്ത്? 35,600. അഥവാ ഈ ഒരു 35,600 നമുക്ക് ബാലൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആക്കുമ്പോൾ കിട്ടിയത് അല്ലേ. അത് നമ്മൾ വീതിച്ച് കൊടുത്തതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. ഈ ഒരു ബാലൻസ് ആയിരിക്കും ഇനി പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാവുക. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് സൈഡിൽ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ തുക അവിടെ ഉണ്ടാകും, ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ആനന്ദ്, ബാലൻ, ചന്ദ്രൻ 3 ആളതും ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാ 3 ആളതും ഒരൊറ്റ അക്കൗണ്ടിൽ ഉണ്ടാക്കുക. ഒറ്റ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 3 എമൗണ്ട് കോളം കൊടുത്തേക്കാണ്. അഥവാ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എ ആനന്ദ്, ബി ബാലൻ, സി ചന്ദ്രൻ. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അല്ലേ. ആദ്യം എന്താണ് എഴുതുക? ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതുക? ബാലൻസ് ഉണ്ടാവും അല്ലേ. ബാലൻസ് ബ്രോഡ് ഡൗൺ, അല്ലെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങിയതാണെങ്കിൽ ക്യാഷ്. അവർ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന ക്യാഷാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. 3 ആളുകളും കൊണ്ടുവന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഏത് സൈഡിലാണ് എഴുതുക? നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡേറ്റ് എന്നാ January 1 അല്ലേ. 1 January 2009. ഡേറ്റ് കോളം ചെറിയ കോളായത് കൊണ്ടാണ് അവിടെ എഴുതാൻ പറ്റാത്തത്.
ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ, ക്യാഷ്. കാരണം അവരുടെ ഓപ്പണിംഗ് ബാലൻസ് അവർ കൊണ്ടുവന്ന തുകയാണത്. ആനന്ദ് എത്ര കൊണ്ടുവന്നിട്ടുള്ളത്? 60,000. ബാലൻ 40,000. ചന്ദ്രൻ 20,000. അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയത് അവിടെ അവർ കൊണ്ടുവന്ന തുകയാണ് എഴുതിയിട്ടുള്ളത്, അഥവാ ഓപ്പണിംഗ് ബാലൻസ് അല്ലേ, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി അടുത്ത എന്താ ക്വസ്റ്റ്യനിൽ നോക്കൂ. ഇനി ക്വസ്റ്റ്യനുള്ളത് ബാലൻ്റെ ഒരു സാലറി ഉണ്ട്, അഥവാ ബാലൻ എന്ന പാർട്ണർക്ക് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, സാലറി ബാലന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സാലറി കിട്ടുമെന്ന് പറയുമ്പോൾ ബാലന് കിട്ടുമല്ലേ. സോ ബാലൻ്റെ എവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക അല്ലേ. ബാലൻ എന്ന പാർട്ണർക്ക് ലഭിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻ സാലറി ആർക്ക് മാത്രമേ ഉള്ളൂ, ബാലന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്ര എഴുതുന്നത്, 5,000. സാലറി 5,000 ആണ്. ഇനി പറയുന്നത് എന്താ, ഒരു കമ്മീഷൻ പറയുന്നുണ്ട്. കമ്മീഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ, ചന്ദ്രൻ എന്ന പാർട്ണർ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും കമ്മീഷൻ ലഭിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമായുള്ള കാര്യമാണല്ലോ. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക കമ്മീഷൻ. ഏത് കോളത്തിൽ എഴുതുക, ചന്ദ്രൻ എന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 4,000. യെസ്. ഇനി എന്താ ഉള്ളത് നോക്കൂ. ഇനി പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 ആളുകൾ 3 പാർട്ണറും ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 ആളുകൾക്ക് ഉണ്ടാവും. പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഒക്കെ ഉണ്ടാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ മേൽ എത്രയാണ് കിട്ടുന്നത്. ഏത് സൈഡിലാണ് ഇതാ, ക്രെഡിറ്റ് സൈഡ്. കാരണം ഇത് അവരുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമാകുന്ന കാര്യമാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ. ആനന്ദിന് എത്രയായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? 3,000. ബാലന് 2,000. ചന്ദ്രൻ എത്രയായിരുന്നു? 1,000. ഇത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത പറഞ്ഞ എന്താ, ഡ്രോയിങ്സ് പറയുന്നുണ്ട്. ഈ ഡ്രോയിങ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എടുത്തിട്ടില്ലായിരുന്നു. കാരണം അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരേണ്ടത്. ഡ്രോയിങ്സ് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് അവരെ ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കുകയാണ് അല്ലേ. അത്രയും തുക അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയും. അതുകൊണ്ട് ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡ്രോയിങ്സ് എത്രയാണ് ഡ്രോയിങ്സിൻ്റെ തുക? 3 പേർക്കും. ആനന്ദ് ഡ്രോയിങ്സ് 10,000 10,000 പിൻവലിച്ചിട്ടുള്ളത്. ദെൻ ബാലൻ 6,000. ചന്ദ്രൻ 5,000. ഇതാണ് അവർ പിൻവലിച്ച തുക. ആനന്ദ് 10,000, ബാലൻ 6,000, ചന്ദ്രൻ 5,000. ഇനി എന്താ ഉള്ളത് നോക്കൂ. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് അല്ലേ. അതും അത്രയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് അത്രയും തുക കുറയാൻ കാരണമാകുന്നു. സോ അതും ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എത്ര ഉണ്ടായിരുന്നത്? ആനന്ദിന് 250. ബാലന് 150. ചന്ദ്രന് 200. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി എന്തെങ്കിലും എഴുതാനുണ്ടോ? ഇനി എന്താണ് എഴുതാനുള്ളത്? ഇനി നമ്മൾ തൊട്ട് മുമ്പ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്തു അല്ലേ. അത് ലാസ്റ്റ് ഒരു ബാലൻസ് കിട്ടി. ആ ഒരു ബാലൻസ് ലാഭത്തിൻ്റെ വിഹിതം അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അവിടെ എഴുതി വെച്ചിരുന്നു അല്ലേ. ആനന്ദ്, ബാലൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞ 3 ആൾക്കും വീതിച്ചിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ തുക പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. സോ അത്രയും തുക അവർക്ക് കിട്ടുമല്ലേ. അതുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടും. അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമായിട്ടുള്ളതായത് കൊണ്ട് തന്നെ ഏത് സൈഡിലാണ് എഴുതുക? ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ഷെയർ ഓഫ് പ്രോഫിറ്റ്.
സോ നമുക്കിവിടെ എന്ത് ചെയ്താൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് എഴുതാം. ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? ഷെയർ ഓഫ് പ്രോഫിറ്റ് ആനന്ദിന് 17,800 അല്ലേ? സോ 17,800. ബാലന് എത്ര ഉണ്ടായിരുന്നത്? 10,680 അല്ലേ? 10,680. ചന്ദ്രൻ എത്ര ഉണ്ടായിരുന്നു? 7,120. 7,120. ഇനി എന്തെങ്കിലും എഴുതാനുണ്ടോ? ഇപ്പോൾ നമ്മൾ എന്തൊക്കെ എടുത്തു നോക്കൂ. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുത്തു. അതുപോലെ അവർ ഓപ്പണിംഗ് ബാലൻസ് എടുത്തു. സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ഓരോരുത്തർക്ക് നമുക്ക് ആദ്യം ബാലൻസ് ചെയ്യില്ല. ആദ്യം ചന്ദ്രൻ്റെ നോക്കാം. ഓക്കെ, ചന്ദ്രൻ്റെ നോക്കൂ. ഈ സൈഡ് തന്നെയാണ് കൂടുതൽ. 20,000, ദെൻ 25,000, 32,120. പുറത്തേക്ക് കൊണ്ടുവരുന്നു. 32,120. ഇവിടെ എത്രയുള്ളത്? 200. 5,200. അതിൽ നിന്ന് ലെസ് ചെയ്യണം. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 26,960. അഥവാ 26,960. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ്റെ നമ്മൾ ബാലൻസ് ചെയ്തു. ഇതിനടുത്ത് നമുക്ക് ബാലൻസ് നോക്കാം. 45,000, 47,000, 57,680. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 57,680. ഒന്ന് ബാലൻസ് ചെയ്തേക്കല്ലോ. ഇവിടെ ആകെയുള്ളത് എത്ര? 6,150 ആണ്. അപ്പോൾ 57,650 നിന്ന് 6,150 കുറച്ച് എത്ര ഉണ്ടാവും? 51,530. 51,530. സോ 51,530. 51,530 നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് ആരാ? ആനന്ദിൻ്റെ നോക്കാം അല്ലേ? ആനന്ദിൻ്റെ 60,000, 63,000, 80,800. 80,800. 80,800. ഇവിടെ ഉള്ളത് 10,250 അല്ലേ? 10,250. അഥവാ 80,800 നിന്ന് 10,250 കുറച്ചാൽ എത്ര ഉണ്ടാവും? 70,550 ആണ് ഉണ്ടാവും അല്ലേ? 70,550. 70,550. ഇപ്പോൾ നമുക്ക് നോക്കൂ. ഈ മൂന്ന് പാർട്ട്ണറുടെയും ആനന്ദിൻ്റെയും ബാലൻ്റെയും ചന്ദ്രൻ്റെയും എന്ത് കിട്ടി? ക്ലോസിംഗ് ബാലൻസ് കിട്ടി. അഥവാ ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ. ഇതാണ് ഇവിടെ എന്ത് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്ര? ആനന്ദിൻ്റെത് 70,550, ബാലൻ്റെത് 51,530, ചന്ദ്രൻ്റെത് 26,960. അപ്പം ഇങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യേണ്ടത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആനന്ദിൻ്റെത്, ബാലൻ്റെ, ചന്ദ്രൻ്റെ അങ്ങനെ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ഒറ്റൊന്നിൽ മൂന്നാളുടെയും എമൗണ്ട് കോളം കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആൾറെഡി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കറിയാം. അപ്പോൾ ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ള നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ജേണൽ എൻട്രി. സാധാരണ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ജേണൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ജേണൽ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ ലാഭം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്.
അപ്പോൾ എന്തായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലാഭത്തിൻ്റെ വിഹിതം നമ്മൾ ആദ്യം എഴുതി വെക്കുന്നത്. ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ എങ്ങനെ വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് ജേണൽ എൻട്രി ഉണ്ടാക്കാം. എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരണമെങ്കിൽ ജേണൽ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നായിരിക്കും. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവിടെ വന്നിട്ടുള്ളത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ എങ്ങനെ വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ജേണൽ എൻട്രി നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കി ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ജേണൽ എൻട്രി അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.